നമസ്കാരം. സൂര്യൻ ഒരു മാരകമായ ലേസർ, ഛിന്നഗ്രഹങ്ങളുടെ നാശത്തിനു പിന്നിലെ പുതിയ ശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റിന്റെ ആദ്യകാലങ്ങളിൽ വൈറലായ ബിൽവേർഡ്സിന്റെ ദ ഹിസ്റ്ററി ഓഫ് ദ എൻറ്റയർ വേൾഡ് ഐ ഗെസ് എന്ന വീഡിയോയിലെ ഒരു ക്ലിപ്പ് ഓർക്കുന്നുണ്ടോ? ദ സൺ ഇസ് എ ഡെഡ്ലി ലേസർ എന്ന് അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയമായി കൂടുതൽ ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യനോടടുത്ത് ഭ്രമണം ചെയ്യുന്ന ഛിന്നഗ്രഹങ്ങളുടെ എണ്ണം കുറവാണെന്ന് ശാസ്ത്രജ്ഞർക്ക് നേരത്തെ അറിയാമായിരുന്നു. പ്രത്യേകിച്ചും കുറഞ്ഞ ആൽബിഡോ ഇരുണ്ട നിറമുള്ള ഛിന്നഗ്രഹങ്ങൾ വളരെ കുറവാണ്. ഇതിന്റെ കാരണം വേലിയേറ്റ ശക്തിയാൽ ടൈഡൽ ഫോഴ്സിംഗ് അവ വലിച്ചു കീറപ്പെടുന്നതോ അല്ലെങ്കിൽ സൂര്യരശ്മി കാരണം അവ ബാഷ്പീകരിക്കുന്നതോ ആകാമെന്നായിരുന്നു മുൻപ് കരുതിയിരുന്നത്. എന്നാൽ ഈ പ്രക്രിയകൾ ഒരു ഛിന്നഗ്രഹത്തെ നശിപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. ഇതിനു പകരമായി മറ്റൊരു സിദ്ധാന്തം ഉയർന്നുവന്നു: തൽക്ഷണ താപ അപചയം. 2016-ൽ മിക്കയേൽ ഗ്രാൻവിക് മുന്നോട്ടുവച്ച സിദ്ധാന്തമനുസരിച്ച് സൂര്യൻ ഈ ഛിന്നഗ്രഹങ്ങളെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ, സൂര്യന്റെ ചൂട് കാരണം ഛിന്നഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നശിക്കുന്നു. വർഷങ്ങൾക്ക് പകരം ഇത് കുറഞ്ഞ സമയം കൊണ്ട് സംഭവിക്കുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന പരീക്ഷണ തെളിവുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. ഈ നാശത്തിന് 3 ഘട്ടങ്ങളുണ്ട്. സ്വീഡനിലെ ലുലിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഷൈൻസ് ചേംബറിൽ CI കാർബണേസിയസ് കോൺട്രൈറ്റ് സിമുലേറ്റുകളുടെ സാമ്പിളുകൾ വെച്ചാണ് പരീക്ഷണം നടത്തിയത്. സൂര്യന്റെ അതിശക്തമായ താപനിലയ്ക്ക് സമാനമായ അന്തരീക്ഷത്തിൽ വെച്ചപ്പോൾ സാമ്പിളുകൾ പൊട്ടിത്തെറിക്കുന്നത് ശാസ്ത്രജ്ഞർ കണ്ടു. ബുധന്റെ ഭ്രമണപഥത്തേക്കാൾ അടുത്തായി ഈ താപ അപചയം തൽക്ഷണമായിരുന്നു. ഛിന്നഗ്രഹങ്ങൾ നശിക്കുന്ന പ്രക്രിയയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടെന്ന് ക്യാമറയിൽ വ്യക്തമായി. ആദ്യഘട്ടം നേരിയ പൊടി പുറത്തുവിടുന്ന ചൂടാക്കൽ. രണ്ടാമത്തേത് മില്ലിമീറ്റർ വലിപ്പമുള്ള ശകലങ്ങൾ ശക്തമായി പുറത്തേക്ക് തെറിക്കുന്ന സ്ഫോടനാത്മകമായ പുറന്തള്ളൽ. അവസാനമായി താപം ഘടനയിലേക്ക് തുളച്ചുകയറി വിഘടിക്കുന്ന ഉപരിതലത്തിന് താഴെയുള്ള അപചയം. കുറഞ്ഞ ആൽബിഡോ ഉള്ള ഇരുണ്ട ഛിന്നഗ്രഹങ്ങൾ കൂടുതൽ ഊർജ്ജം ആഗിരണം ചെയ്യുന്നതിനാൽ അവ കൂടുതൽ വേഗത്തിൽ നശിക്കുന്നു. ഇത് സൂര്യന് സമീപം ഇരുണ്ട ഛിന്നഗ്രഹങ്ങൾ കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നു. 322p സോഹോ 1 എന്ന ദുരൂഹമായ വസ്തുവിന്റെ രഹസ്യവും ഈ സിദ്ധാന്തം വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് പുറന്തള്ളുന്ന പൊടിമേഘങ്ങളാകാം ഇതിന്റെ പ്രകാശത്തിന് കാരണം. ജെമിനിഡ് ഉൽക്കാവർഷത്തിന് കാരണമാകുന്ന പാറക്കെട്ടുള്ള വസ്തുവായ ഫെയ്ത്തോണിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇതിന് സാമ്പിളുകളേക്കാൾ 430,000 മടങ്ങ് വേഗത കുറവിലാണ് പിണ്ഡം നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഫെയ്ത്തോൺ ഇത്രയും സാവധാനത്തിൽ നശിക്കുന്നത്? ഇതിന് 2 വിശദീകരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ഫെയ്ത്തോൺ ഒരു CY കോൺട്രൈറ്റ് ഛിന്നഗ്രഹമാണെന്ന് കരുതപ്പെടുന്നു. ഇത് സൂര്യനുമായി പലതവണ അടുത്തുവന്നതിനാൽ ഇതിന് താപവിള്ളലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. ഏതായാലും സൂര്യനോടടുത്തു വരുമ്പോൾ ഛിന്നഗ്രഹങ്ങൾ അതിവേഗം താപ അപചയത്തിന് വിധേയമാകുന്നുവെന്നത് 2016-ലെ സിദ്ധാന്തം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നു.